എൻഡിക്ക് വേണ്ടി ബി.ഡി.ജെ.എസിന്റെ സ്ഥാനാർത്ഥി സന്തോഷ് ശാന്തിയാണ് ഇത്തവണ കുട്ടനാട്ടിൽ ജനവിധി തേടുന്നത്. എൽ.ഡി.എഫിന്റേതും യു.ഡി.എഫിന്റേതും പേയ്മെന്റ് സീറ്റുകളാണെന്ന് ജനങ്ങൾക്ക് തന്നെ അറിയാമെന്ന് സന്തോഷ് ശാന്തി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മൺകുടം മാറ്റി തെങ്ങിൻതോപ്പ് തെരഞ്ഞെടുപ്പ് ചിഹ്നമാക്കിയാണ് ബി.ഡി.ജെ.എസ് ഇക്കുറി മത്സരത്തിനിറങ്ങുന്നത്. കുട്ടനാട്ടിലെ വോട്ട് എപ്പോഴും നിർണായകമാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ബി.ഡി.ജെ.എസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ സന്തോഷ് ശാന്തിയാണ് കുട്ടനാട്ടിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ സന്തോഷ് ശാന്തി തന്നെ ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. കുട്ടനാട്ടിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം ഇടതു വലത് മുന്നണികൾ തമ്മിലുണ്ട്. അത് പേയ്മെന്റ് സീറ്റാണ്, അല്ല അങ്ങനെയല്ല എന്നും, അല്ലെങ്കിൽ ചിലർ വേറെ സ്ഥാനാർത്ഥിക്ക് ആവാനുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് എല്ലാം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. കുട്ടനാട്ടിലെ പേയ്മെന്റ് സീറ്റിന് വേണ്ടിയാണ് യു.ഡി.എഫിലെ സ്ഥാനാർത്ഥി ശ്രമിച്ചേക്കുന്നത്. അത് പേയ്മെന്റ് സീറ്റാക്കി തന്നെ മാറിയിട്ടുണ്ട് എന്ന് കോൺഗ്രസുകാർ പോലും ആക്ഷേപം പറയുന്ന ഒരു സമയത്തുകൂടിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. കുട്ടനാട്ടിലെ ജനങ്ങളെ അങ്ങനെ പണം കൊടുത്ത് ജനാധിപത്യത്തെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുട്ടനാട്ടിലെ ജനങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാരാണ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഏതൊരു വ്യക്തിയാണോ അവരെ നെഞ്ചിലേറ്റി സ്വീകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ മൺകുടം മാറ്റിയിട്ട് ഇപ്പൊ ഏതായാലും തെങ്ങിൻതോപ്പാണ് ഇപ്പോൾ കുട്ടനാട്ടില് ബി.ഡി.ജെ.എസിന്റെ ഒരു ചിഹ്നമായിട്ട് വരുന്നത്. അപ്പൊ ഈ ചിഹ്നം ഈ ഇലക്ഷനെ സ്വാധീനിക്കുന്നു വരുന്നുണ്ടോ? ചിഹ്നം ഇലക്ഷനെ സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമായിട്ട് വരത്തില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ എൽ.ഡി.എഫിന്റെ ചിഹ്നം പോലും മാറിയിട്ടുണ്ട്. ഇവിടെ മത്സരിക്കുന്ന എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നവും കഴിഞ്ഞ പ്രാവശ്യത്തെ ചിഹ്നമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ ജനങ്ങള് ചിഹ്നമല്ല വ്യക്തികളെയാണ് നോക്കുന്നത്. ആ വ്യക്തി എന്ന നിലയിൽ, കുട്ടനാട്ടുകാരൻ എന്ന നിലയിൽ, കുട്ടനാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങളിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായി എല്ലായ്പ്പോഴും അവര് നിത്യവും കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും കുട്ടനാട്ടിൽ ബി.ഡി.ജെ.എസ് പിടിക്കുന്ന വോട്ട് അത് കുട്ടനാട്ടിലെ ഏത് മുന്നണി വിജയിക്കും എന്ന കാര്യത്തിൽ പോലും വലിയ രീതിയിലുള്ള തീരുമാനത്തിന് സാധ്യതയുണ്ടാക്കും എന്നാണ് ഇപ്പോൾ ഏതായാലും മനസ്സിലാക്കുന്നത്. കുട്ടനാട്ടിൽ നിന്നും ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം.